بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق فلق ഖാഫിന് സുക്കൂൻ കൊടുത്തിട്ട് ഫലഖ് സാധാ കാഫല്ല ഖാഫാണ് അപ്പോൾ എന്ത് ചെയ്യണം ഫലഖ് ഖുൽ അഊദു അവിടെയും ശ്രദ്ധിക്കണം നമ്മൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതിയ സ്ഥലത്ത് അതേ പറഞ്ഞ പോലെ ഖുൽ അഊദു എന്ത് ചെയ്യണം സുക്കൂനുള്ള ലാമ് ആ ലാമിന് സുക്കൂൻ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഹംസ ആ എന്ന് പറയേണ്ടത് ഖുൽ അഊദു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഖുൽ അഊദു എന്നാകാൻ സാധ്യതയുണ്ട് നമ്മൾ പറയാൻ തന്നെ പാടില്ല പക്ഷേ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് സ്പീഡിലൊക്കെ ഓതുമ്പോൾ അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി അല്ലേ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഷീൻ വന്നു ഇഖ്ഫാ ചെയ്യണം മിൻ എന്ന് പറയാൻ പാടില്ല മിൻ ശർരി മാ ഖലഖ് റായിന് കസറാണ് റായിന് കസർ വന്ന തർക്കീക്ക് ചെയ്യണം മിൻ ശർരി എന്ന് പറയാൻ പാടില്ല മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി അവിടെ അങ്ങനെ തന്നെ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ഗൈനാണ് അപ്പോൾ എന്തിനാ ഗാസിഖിൻ അവിടെ പിന്നെ തെൻവീനാണ് തെൻവീൻ്റെ ശേഷം ഹംസയാണ് ഇദ്ഹാർ ചെയ്യണം ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെളിവാക്കണം ആ തെൻവീന് ഖിൻ എന്ന് പറഞ്ഞ് വെളിവാക്കണം ഗാസിഖിൻ ഇദാ വഖബ് വഖബ എന്നാണുള്ളത് വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ വഖബ് വമിൻ ശർരി അവിടെ എന്ത് ചെയ്യണം ഇഖ്ഫാ ചെയ്യണം മിൻ ശർരി അല്ലേ നേരത്തെ പറഞ്ഞു വമിൻ ശർരിൻ അവിടെ നൂനിന് ഷദ്ദിൻ്റെ മണിക്കണം കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യണം ഷദ്ദിന് ആ ഷദ്ദിൻ്റെ ഷദ്ദോട് കൂടെ എന്ത് ചെയ്യണം മണിക്കണം വമിൻ ശർരിൻ നഫ്ഫാസാതി ഫാവും അതേപോലെ തന്നെ താവ് ചെറിയൊരു നിലക്കും ബാക്കിയുള്ള സാവൊക്കെ എന്ത് ചെയ്യണം ശരിക്കും ഇങ്ങനെ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരണം വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് സ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം സ നാവ് കുറച്ചങ്ങ് പുറത്ത് കിടുക നാവ് രണ്ട് പല്ലിൻ്റെ ഇടയിലായിട്ട് വെക്കുന്ന കോലത്തിൽ മേലത്തെ പല്ലിൻ്റെയും താഴത്തെ പല്ലിൻ്റെയും ഇടയിലായിട്ട് വെക്കണ കുറച്ച് ചെറിയൊരു നിലക്ക് പുറത്ത് കിടുക എന്നിട്ട് എന്ത് ചെയ്യുക സ എന്ന് പറഞ്ഞു നോക്കി അപ്പോൾ ശരിയാവും കുട്ടികളൊക്കെ എന്ത് ചെയ്യണം ആ ഒരു സ പറഞ്ഞ് ശീലിക്കണം നമ്മളെന്ത് ചെയ്യുക രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണത് പിന്നെ സ വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് അവിടെ ചിലപ്പോൾ ഫീ എന്നൊക്കെ ചിലപ്പോൾ ആയി പോകാതെ ഇവിടെ നമ്മളിങ്ങനെ പഠിച്ചതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് ഫീൽ ഉഖദ് എന്നൊക്കെ ഓതി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓതരുത് ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ഇഖ്ഫാ ഷർരി അല്ലേ ഷർരി എന്ന് പറയുന്നത് റായിന് കസർ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ ബാ ബി ബു താ തീ തു അല്ലേ താ തീ തു അപ്പോൾ അവിടെ പിന്നെ കസർ വന്നു അല്ലേ സ സി സു ജ ജി ജു എന്ന് പറയുന്നത് പോലെയല്ല റാ റീ എന്ന് പറയാൻ പാടില്ല റാ രി റു റായിന് കസർ വന്നാൽ എപ്പോഴും തെർക്കീക്കാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും റാ റീ റു എന്നൊക്കെ പറഞ്ഞു കണ്ട് അത് മലയാളത്തിലുള്ളത് നമ്മൾ അറബിയിൽ എന്തില്ല റാ രി റു അപ്പോൾ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഹാസിദിൻ എന്ന തെൻവീനിൻ്റെ ശേഷം ഹംസയാണ് അപ്പോൾ ഇദ്ഹാർ ചെയ്യണം വ്യക്തമാക്കണം തെൻവീന് വെളിവായിട്ട് വ്യക്തമായി ഉച്ചരിക്കണം എന്നർത്ഥം ഹാസിദിൻ ഇദാ ഹസദ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് സൂറത്തിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പറയാം പിന്നെ വലിയ മഹത്വമുള്ള സൂറത്താണ് അതുകൊണ്ട് പിന്നെ നിത്യവും നാം പാരായണം ചെയ്യണം
അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد.